നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ പാത എങ്ങനെ ഉണ്ടാവണം, ഇതിൻ്റെ ഒരു മാപ്പ് എങ്ങനെയായിരിക്കണം. ദിസ് ഈസ് കോൾഡ് എസ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദിറ്റ് ആണ്. എൻ്റെയോ നിങ്ങളുടെയോ ജേർണിയുടെ നമുക്ക് എല്ലാവർക്കുമായി ഒരു ജേർണി ഡിഫൈൻ ചെയ്യാം. നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന പല ടൂൾസും കേൾക്കുമ്പം തന്നെ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ആ OTP നമ്മൾ മെമ്മറൈസ് ചെയ്തു അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കണം അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കണം. ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെയും പല പ്രമുഖരായ ഡോക്ടേഴ്സിൻ്റെയും രാവിലത്തെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രാത്രി എന്താ ചെയ്യേണ്ടത്. നമസ്കാരം, ടെക് ടോക്ക് ടൈൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയൊരു വർഷമാണ്, പുതിയ ബിഗിനിങ്സ് ആണ്. ഈ എപ്പിസോഡ് നമ്മൾ മുന്നോട്ടുള്ള പാത, നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ പാത എങ്ങനെ ഉണ്ടാവണം, ഇതിൻ്റെ ഒരു മാപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ്. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? എല്ലാവർക്കും സന്തോഷവും എല്ലാവർക്കും ദുഃഖങ്ങളുമായിരുന്നില്ല, തീർച്ചയായും അല്ലേ. എന്നാൽ എല്ലാവർക്കും എന്തെങ്കിലും ആലോചിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ തീർച്ചയായും കഴിഞ്ഞ വർഷത്തിലുണ്ടായിരിക്കും. ലെറ്റ്സ് പോസ് ഫോർ എ മൊമെൻ്റ്. ഒരു നിമിഷം നമ്മൾ നിർത്തിയിട്ട് ഇത്രയെല്ലാം കഷ്ടതകളുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തൊക്കെ നല്ല ഓർമ്മകളാണ്, എന്തൊക്കെ നല്ല അച്ചീവ്മെൻറ്റ്സ് ആണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ദിസ് ഈസ് കോൾഡ് എസ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമുക്ക് എന്തുണ്ടോ, നമുക്കുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചും നല്ല നല്ല സംഭവങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ച് അവയൊക്കെ നമ്മളെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്തതെന്ന് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുന്നതാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെക്കാനിസത്തിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മളെപ്പോഴും ചിന്തിക്കാറില്ല, എന്തൊരു കഷ്ടപ്പെട്ട വർഷമാണ്, എന്തൊരു കഷ്ടപ്പെട്ട ദിനമാണ്, എന്തൊരു വിഷമം പിടിച്ച ദിനമാണ്. പക്ഷെ എന്നാലും ദർ ആർ ഫ്യൂ തിങ്സ് ലൈക്ക് നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചത് തന്നെ പലർക്കും പറ്റാത്ത കാര്യം നമ്മൾ ഒരു പക്ഷേ ചെയ്തതായിരിക്കും. 3 നേരം ഭക്ഷണം കഴിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് പോകാൻ പറ്റുക, ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായും ദർ ആർ ഫ്യൂ തിങ്സ് ദാറ്റ് വി ക്യാൻ കൺസിഡർ ടു ബി ഹാപ്പനിങ് ഗുഡ് ഓർ ഹാപ്പൻഡ് ഗുഡ്. അപ്പോൾ അതിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ വഴി. ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ബെനിഫിറ്റ്സും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുവാനും റിവൈൻഡ് ചെയ്യാനും ഒക്കെ സമയം കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ സോഫാർ കൺസിഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും മെൻ്റൽ ഹെൽത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെന്ന് എല്ലാം കവർ ചെയ്തില്ല തീർച്ചയായും. അല്ലാതെ ജനറലി ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഡിപ്രഷൻ എന്താണ്, ബൈപോളർ എന്താണ്, OCD എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ പ്രോബ്ലംസ് എന്താണെന്നറിയാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദിറ്റ് ആണ്. ഒരു തുരങ്കത്തിൻ്റെ അവസാനത്തിൽ കാണുന്ന ഒരു പ്രകാശം. ആ പ്രകാശനാളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ, എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു ജേർണിയാണ് ടെക് ടോക്ക് ടേൽസ് എന്ന ഈ പോഡ്കാസ്റ്റിൻ്റെ ഫെർദർ ജേർണി. ആ ജേർണിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും വിഷമതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോടും ഇത് ഫോളോ ചെയ്യാൻ പറയുക. ടുഗദർ എൻ്റെയോ നിങ്ങളുടെയോ ജേർണിയിൽ നമുക്ക് എല്ലാവർക്കുമായി ഒരു ജേർണി ഡിഫൈൻ ചെയ്യണം. നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു മാപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ആ മാപ്പ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, ആ മാപ്പിലെ ഓരോ ഡെസ്റ്റിനേഷൻസും നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നതും നമുക്ക് നോക്കാം. ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ഗ്രോത്ത് ഞാൻ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഒരു ഗ്രോത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളെ നല്ലതിന് വേണ്ടി ചെയ്യേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ്, ജേർണലിങ്, റൈറ്റിംഗ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന പല ടൂൾസും കേൾക്കുമ്പം തന്നെ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ബട്ട് ഐ വിൽ പ്രൂവ് യു വിത്ത് ന്യൂറോ സയൻസ്, വിത്ത് സയൻറ്റിഫിക് ഫാക്ട്സ് ആൻഡ് എവിഡൻസ്, ഈ വളരെ സിമ്പിളായിട്ട് പറയുന്ന ടൂൾസൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. ബൈ പ്രൂഫ് ഐ മീൻ ലൈക്ക് ഇതിൻ്റെ നടത്തിയ പഠനങ്ങൾ, ജേർണൽസ്, പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ്, ഇതിൻ്റെയൊക്കെ റെഫറൻസ് ഞാൻ ഓരോ പോഡ്കാസ്റ്റിലും കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിക്കും, ഒരു പേപ്പറിൽ എഴുതിയെന്ന് പറഞ്ഞാൽ എന്താ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തതിന് എന്താ ബെനിഫിറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. കാരണം ഇതൊക്കെ ഞാൻ ചിന്തിച്ചതാണ്. ഒരുപക്ഷെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ പറയുന്നത്
ഈ സ്റ്റോറി എഴുതും. വാട്ട് ഇസ് ദാറ്റ് ഇൻ ഇറ്റ്, വൈ ഷുഡ് ഐ റൈറ്റ് ദിസ്? പക്ഷെ അതെന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഇമ്പാക്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഇമ്പാക്ട് ചെയ്യണമെന്നോ നമ്മുടെ കെമിക്കൽ ഘടനയെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യണമെന്ന് ഇവരാരും പറയാനോ അതിനുള്ള അറിവുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മെനി ഓഫ് ദം, നോട്ട് ഓൾ. അതുകൊണ്ട് ഈ പറയുന്ന ടൂൾസും ഫ്രെയിംവർക്സും ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അത് കണ്ടിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്ന് ആലോചിച്ചത് ചെയ്യാതിരിക്കുന്നത്. ദാറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകം ഞാൻ ഏതൊക്കെ പുസ്തകങ്ങളാണെന്നുള്ളത് കുറേ പുസ്തകങ്ങളൊക്കെ ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ പിന്നത്തെ എപ്പിസോഡ്സിൽ പറയാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ദർ ഇസ് അനദർ ഓപ്ഷൻ. നിങ്ങൾക്ക് അതിനെ ഓഡിയോ ബുക്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഓഡിയോ സമ്മറീസ് ആയിട്ട് കിട്ടും, യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അത് ശ്രദ്ധിക്കുക. കാരണം ഈ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് പറഞ്ഞാൽ നമ്മളെ ലോങ് ടേം മെമ്മറി ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിട്രീവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു USB സ്റ്റോർ ചെയ്ത പോലെ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഡേറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, നമ്മളെ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള മെമ്മറീസ് ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു OTP വന്നു, നമ്മൾ ആ OTP നമ്മൾ മെമ്മറൈസ് ചെയ്തു അല്ലേ, അതിന് ഒരു ഷോർട്ട് ടേം മെമ്മറി കുറച്ച് നേരത്തേക്കും വേണ്ടി മാത്രമേ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നു. പിന്നെയുള്ളതൊരു ലോങ് ടേം മെമ്മറിയാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മൾ ആ ലോങ് ടേം മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പക്ഷേ ഈ ലോങ് ടേം മെമ്മറി ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിട്രീവ് ചെയ്തില്ലെങ്കിൽ ആ മെമ്മറി അങ്ങ് പതിയെ മിസ്സായി തുടങ്ങും. ഇറ്റ്സ് വെരി നോർമൽ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പിന്നെ ഓർക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൊക്കെ ഉള്ളവർക്ക് തോന്നും നമ്മളിപ്പോൾ ചെയ്ത കോഡൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കിയാൽ നമുക്കതൊന്നും ഓർമ്മ, നമ്മളെന്താ ചെയ്തതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോർ എവർ. നമുക്കൊരു ഓവറോൾ ഒരു സ്ട്രക്ചർ ഓർമ്മയുണ്ടാകും, പക്ഷേ ഒരിക്കലും ആ ലൈൻ ബൈ ലൈൻ കോഡ്സ് എന്താണെന്ന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. വിച്ച് ഇസ് നോർമൽ. അപ്പം ഞാൻ ഈ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ പുസ്തകം കേൾക്കുക, ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ സമ്മറീസ് വായിക്കുക, സമ്മറീസ് കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടില്ല. അല്ല, ഞാൻ തന്നെ ഒരു പോഡ്കാസ്റ്റിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളത് കേട്ടിട്ട് അതങ്ങ് വിട്ടുപോകും. പക്ഷേ ഇങ്ങനെ പുസ്തകങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലോങ് ടൈം മെമ്മറിയിലുള്ളതിനെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത്, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റാക്ക് വേർ നമ്മൾ അതിനെ റിഫ്രഷ് ചെയ്ത് പൊടി തട്ടി വീണ്ടും എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കണം അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കണം പറഞ്ഞത്. പിന്നെ കുറേ പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരുടെ വ്ളോഗുകളൊക്കെ കാണാം. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വെരി ഡ്രമാറ്റിക്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്ക് 1-2 സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ വ്ളോഗ്സോ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് കണ്ടു. ഞാൻ ഫോളോ ചെയ്യുന്നത് മാക്സിമം പുറത്തുള്ള ആൾക്കാരാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻസും, എല്ലാവരും പുറത്തുള്ളതല്ല, ഇന്ത്യയിലുള്ളവരെയും ഫോളോ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഈ ക്ലിക്ക് ബൈറ്റ്സ്, അതായത് അല്ലെങ്കിൽ ഒരു സീരിയൽ ക്യാപ്ഷനിങ് അപ്രോച്ചിലൂടെ അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങലും ആൻഡ് ദെൻ മെൻഷനിങ് അബൌട്ട് വൾഗാരിറ്റി, ബ്രിങ്ങിങ് ഇൻ വൾഗാരിറ്റി. അപ്പോൾ ഇതൊക്കെ ഐ എം നോട്ട് സെയിങ് യു ഷുഡന്റ് ഡു ഇറ്റ്, യു ഷുഡന്റ് വാച്ച് ഇറ്റ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് വർത്ത് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് വർത്ത് യുവർ ടൈം. നമ്മൾ സമയത്തിന് അതൊരു വില കൽപ്പിക്കാത്ത സാധനങ്ങൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, ബട്ട് ഐ ഡോണ്ട്. പക്ഷെ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. അതായത് ഒരുപക്ഷെ എൻ്റെ എപ്പിസോഡ്സ് എന്നൊക്കെ പറയുന്നത് ഈ പല പ്രമുഖരായ ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെയും പല പ്രമുഖരായ ഡോക്ടേഴ്സിൻ്റെയും ഇവരുടെയൊക്കെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ, പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ, ജനറേറ്റീവ് AI ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ദേ ടോക്ക് അബൌട്ട് ദംസെൽഫ്. കാരണം അവർക്ക് അത്രയും നോളജും അത്രയും ഇൻ ഡെപ്ത് റിസർച്ചൊക്കെ ചെയ്തവരാണ്. അവർ ആ കാര്യങ്ങൾ പറയുന്നു. സോ യു ആർ മോസ്റ്റ് വെൽക്കം ടു വിസിറ്റ് ദം, യു ആർ മോസ്റ്റ് വെൽക്കം ടു ലിസൺ ടു ദം കണ്ടിന്യൂസ്ലി. ഞാൻ കുറച്ചൊക്കെ ഈ അറ്റ്ലീസ്റ്റ് ഒരു 10 പേരുടെ പേരെങ്കിലും ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പ്ലീസ് ഗോ ലിസൺ ടു ദർ പോഡ്കാസ്റ്റ്, വാച്ച് ദർ വീഡിയോസ്, ദാറ്റ് വിൽ ഹെൽപ്പ് യു. പിന്നെ അടുത്ത കാര്യം, നമ്മൾ ഈ പോഡ്കാസ്റ്റിന് ഫ്യൂച്ചറിൽ എങ്ങനെ കണ്ടിന്യൂ ആലോചിച്ചപ്പോൾ രാവിലെ എണീറ്റ മുതൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്. രാവിലത്തെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രാത്രി എന്താ ചെയ്യേണ്ടത്, എന്താണ് ഈ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് അവിടുത്തെ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഉറക്കം എണീറ്റ ഉടനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടെ ഉണരേണ്ടത്, നമുക്ക് നാളെ തുടങ്ങുന്നതിന് പകരം ഇന്ന് രാത്രി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ഫ്രം ദെൻ, ദെൻ വി ഗോ ഫോർവേഡ്. Once again, I welcome you all for this new beginning.
നിങ്ങൾ എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കുചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി എന്നെ 1-2 പേര് വിളിച്ചിട്ട് ഞാനത് ഫോളോ ചെയ്തു ചേട്ടാ, അല്ലെങ്കിൽ ഞാനത് കണ്ടു, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് അതിൽ ചേട്ടൻ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മേ ബി റിയലി ഹാപ്പി. നോട്ട് ബിക്കോസ് ഐ എം സോ നോളജബിൾ. ആകെപ്പാടെ മൊത്തത്തിലൊരു 10-45 പേര് ഇത് ശ്രദ്ധിക്കുന്നുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അതിൽ 1-2 പേർക്ക് ബെനിഫിറ്റ് ആയി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം. അല്ലാതെ എനിക്ക് നോളജ് ഉണ്ടെന്നോ എനിക്ക് അതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇങ്ങനെ 1-2 പേർക്ക് അത് ഗുണം ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ വിത്തിൻ ദിസ് ഷോർട്ട് സ്പാൻ ഐ എം ഷുവർ ദാറ്റ് നമ്മളെ ഈ ജേർണി ശരിയായ ദിശയിലേക്കാണ്. ഐ ഡോണ്ട് മൈൻഡ് ഇതിൻ്റെ കൗണ്ട് എത്രയാണെന്നോ എൻ്റെ നമ്പർ ഓഫ് വ്യൂസ് എത്രയാണെന്നോ, ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യമല്ല. മൈ ഇൻറ്റൻഷൻ ഈസ് വെരി ക്ലിയർ. ഈ പോഡ്കാസ്റ്റിലൂടെ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അപ്പം ഈ പോഡ്കാസ്റ്റിലൂടെ എനിക്ക് ചേഞ്ചസ് വരുത്തുമ്പോൾ എന്നെ പോലെയുള്ള ബാക്കിയുള്ളവർക്ക് എങ്ങനെ ചേഞ്ചസ് വരുത്തണം, എങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. പക്ഷേ മോട്ടിവേഷൻ എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ആവുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തുള്ള സകലമാന മോട്ടിവേഷൻ വീഡിയോസും കണ്ടാൽ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? അല്ലെങ്കിൽ മോട്ടിവേഷൻ ഗുരൂസ് ഉണ്ട്, ഈ പറയുന്ന പോലെ അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട്. വൈ ആർ വി നോട്ട് മോട്ടിവേറ്റഡ്? ഇവരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ആവുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ മോട്ടിവേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇതിനൊക്കെ മോട്ടിവേഷൻസ് മാത്രമല്ല. സോ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കവർ ചെയ്യാൻ പോകുന്നത് തന്നെ അതാണ്. മോട്ടിവേഷൻസ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ നമുക്ക് അതിനേക്കാളും നമുക്ക് അതിൻ്റെ സയൻസാണ് അറിയേണ്ടത്. നമുക്ക് അതിൻ്റെ കോർ റീസണിലോട്ടാണ് പോകേണ്ടത്. ആ കോർ റീസണിലൂടെ പോകുമ്പോൾ എനിക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ സ്വന്തമായി പഠിക്കുകയും ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ ഐ എം പ്രിറ്റി കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് മീ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിനാരിയോസ് ഉണ്ടെങ്കിൽ എന്നെ പോലെ വേറൊരാൾക്ക് ഹെൽപ്പ് ആയേക്കാം. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആൻഡ് I sincerely hope this podcast is going to bring you